അപ്പോൾ ഇനി നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. എട്ടാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. കുറച്ച് ഡെറിവേഷൻസ് ഇതിനകത്തുണ്ട്. ആ ഡെറിവേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യം ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷനിൽ ഏത് രണ്ട് ഓബ്ജക്ട്സും നമ്മുടെ യൂണിവേഴ്സിൽ അട്രാക്ട് ചെയ്യുന്നു. എർത്തിലുള്ള രണ്ട് ഓബ്ജക്ട്സ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷനിൽ. ഈ എവിടെ ഫോഴ്സ് ഉണ്ടോ അവിടെ acceleration ഉണ്ടാവും. acceleration due to gravity equation gm divided by r square. acceleration due to gravity gm by r square. ഈ acceleration due to gravity യിൽ g is equal to gm by r square എന്ന് പറയുന്ന ഇക്വേഷനിൽ തീർച്ചയായിട്ടും വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത് അവിടെയാണ്. ഹൈറ്റിനനുസരിച്ചും ഡെപ്തിനനുസരിച്ചും അതിന്റെ ഷേപ്പിനനുസരിച്ചും എങ്ങനെയാണ് നമ്മുടെ ജിയുടെ വാല്യൂ വേരി ചെയ്യും. ഹൈറ്റിനനുസരിച്ച് ജിയുടെ വാല്യൂ എങ്ങനെ വേരി ചെയ്യുന്നത്? ഹൈറ്റിനനുസരിച്ചാണെന്നപ്പോൾ g of x is equal to g into 1 minus 2h by r ആയിരിക്കും. h എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ്, g എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ്. സോ ഹൈറ്റിലോട്ട് പോകുന്നതോറും ജിയുടെ വാല്യൂ കുറയുന്നു, ജിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ഹൈറ്റിലോട്ട് പോകുന്നതോറും ജിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ഇതിന്റെ ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. ഈ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും. ഇനി ഡെപ്തിലോട്ട് പോകുമ്പോൾ g into 1 minus t by r ആയിരിക്കും. d എന്ന് പറഞ്ഞ ഡെപ്ത് ആണ്. സോ അതിന്റെ ഡെറിവേഷൻസ് മസ്റ്റ് ആയിട്ട്, ഇതിന്റെ രണ്ട് സാധനത്തിന്റെ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഗ്രാഫ് ഹൈറ്റിലോട്ട് പോകുന്നതോറും ഡെപ്തിലോട്ട് പോകുമ്പോഴും ഇത് അതിന്റെ സർഫസ് ആണ്. സർഫസിലാണ് ജിയുടെ വാല്യൂ മാക്സിമം വരുന്നത്. ഹൈറ്റിലോട്ട് വരുമ്പോൾ അത് പരാബോളിക്കലി അത് ഡിക്രീസ് ചെയ്യുന്നു. ഡെപ്തിലോട്ട് വരുമ്പോൾ അത് ലീനിയർ ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. സോ ദ വാല്യൂ ഓഫ് ജി ഈസ് മാക്സിമം അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിന്റെ സർഫസിലായിരിക്കും ജിയുടെ വാല്യൂ മാക്സിമം ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ എർത്തിന്റെ സർഫസിലോട്ട് വരുമ്പോൾ തന്നെ എർത്തില് സർഫസിൽ നമ്മൾ കുഴിച്ച് അതിന്റെ സെന്ററിൽ എത്തുമ്പോൾ ജിയുടെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെന്ററിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റ് എടുത്ത് പ്ലേസ് ചെയ്താൽ ആ ഓബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ ബോഡി എക്സ്പീരിയൻസസ് വെയിറ്റ്ലെസ്നെസ് അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്. എർത്തിന്റെ സെന്ററിൽ അതിന്റെ വെയിറ്റ്ലെസ്നെസ് ഉണ്ടാകുന്നു, വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമ്മുടെ എർത്തിന്റെ ഷേപ്പിനനുസരിച്ചും അതിന്റെ വാല്യൂ വേരിയേഷൻ വരാം. എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജിയോയിഡ് ഷേപ്പാണ്. അതായത് അതിന്റെ ഇക്വറ്റോറിയൽ റീജിയനിൽ അതിന്റെ റേഡിയസ് കൂടുതലായിരിക്കും, പോളാർ റീജിയനിൽ റേഡിയസ് കുറവായിരിക്കും. അപ്പൊ g is equal to gm by r square ഇക്വേഷനിൽ റേഡിയസ് കൂടുന്തോറും ജിയുടെ വാല്യൂ കുറയുന്നു. ദാറ്റ് മീൻസ് അതിന് ഇക്വറ്റോറിയൽ റീജിയനിൽ അതിന് ജിയുടെ വാല്യൂ കുറവായിരിക്കും. കാരണം അവിടെ റേഡിയസ് കൂടുതലാണ്. പോളാർ റീജിയനിൽ ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സർഫസിലാണ് ജിയുടെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞു. സർഫസിൽ എവിടെ? സർഫസിൽ പോളിലായിരിക്കും ജിയുടെ വാല്യൂ മാക്സിമം ആയിട്ട് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ജിയുടെ വേരിയേഷനുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് എസ്കേപ്പ് വെലോസിറ്റി ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് മറികടന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയുള്ള മിനിമം ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. ആ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം. √2gm/r ആണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ √2gr. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് 11.2 km/s ആണ്. ഇതൊരു വളരെ ഹൈ എസ്കേപ്പ് വെലോസിറ്റി ആണ് എർത്തിനുള്ളത്. പക്ഷെ മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് വെറും 2.35 km/s മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ് മോളിക്യൂൾ എല്ലാം എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് മറികടന്ന് അവർക്ക് ആർക്കും വെളിയിലോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ മൂണില് 2.35 എന്ന് പറയുന്ന എസ്കേപ്പ് വെലോസിറ്റി വളരെ കുറവായതുകൊണ്ട് നമ്മുടെ ഗ്യാസ് പാർട്ടിക്കിൾസിനെല്ലാം എർത്തിന്റെ മൂണിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് മറികടന്ന് വെളിയിലോട്ട് പോകാൻ പറ്റും. സോ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ കൂടി മസ്റ്റ് ആയിട്ട് പഠിക്കാം. പിന്നീട് നമുക്കുള്ളത് സാറ്റലൈറ്റ്സ് ആണ്. സാറ്റലൈറ്റ്സിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി. സാറ്റലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. gm/r. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ √2 ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ √g r ആയിരിക്കും ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ഓർബിറ്റൽ വെലോസിറ്റി
അപ്പോൾ ഈ ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. പിന്നീട് അതിൻ്റെ ടൈം പീരീഡ് ഉണ്ട്, ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്, അതൊന്നും അത്ര പ്രധാനപ്പെട്ട സംഗതിയല്ല. പിന്നെ ഈ സാറ്റലൈറ്റ്സിൽ തന്നെ നാച്ചുറൽ സാറ്റലൈറ്റ്സിലും പിന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് തന്നെ നമ്മുടെ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സും പോളാർ സാറ്റലൈറ്റ്സും ഉണ്ട്. ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സിനെ സംബന്ധിച്ചോളം അതിന്റെ ടൈം പീരീഡ് 24 hours ആണ്. മാത്രമല്ല അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് 36,000 കിലോമീറ്റർ ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീടുള്ളത് നമ്മുടെ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. പ്ലാനറ്റിന്റെ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ജോഹാനസ് കെപ്ലർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോസ് ആണ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. പ്രധാനമായിട്ടും 3 ലോസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് ലോ ഓഫ് ഓർബിറ്റ്സ്. ലോ ഓഫ് ഓർബിറ്റ്സ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ എല്ലാ സാറ്റലൈറ്റ്സും എല്ലാ പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു എലക്ട്രിക്കൽ പാത്തിലാണ്. നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്സ്. രണ്ടാമത്താണ് ലോ ഓഫ് ഏരിയാസ്. ലോ ഓഫ് ഏരിയാസ് അതായത് ഒരു ഫിക്സഡ് പാത്തിലാണ് എല്ലാ പ്ലാനറ്റ്സും റിവോൾവ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ലോ ഓഫ് ഏരിയാസ് വരുമ്പോൾ ഈ ഫിക്സഡ് പ്ലാനറ്റിൽ നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ ഇത് കവർ ചെയ്യുന്ന ഏരിയ ഇൻ എ പെർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം, ഇത് ഡെൽറ്റ ടി ടൈമിൽ അത് കവർ ചെയ്യുന്ന ഏരിയ ഡെൽറ്റ എ ആണെങ്കിൽ അടുത്ത ഡെൽറ്റ ടി ടൈം കൊണ്ടോ അത് കവർ ചെയ്യുന്ന ഏരിയ ഡെൽറ്റ എ തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഇസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് all the planets covering equal areas in equal interval of time around the sun. ഇതാണ് law of areas, very important. അടുത്ത മൂന്നാമത്തെ law ആണ് law of periods. law of periods വരുമ്പോഴത്തേക്ക് ഇത് റിവോൾവ് ചെയ്യുന്ന ടൈം പീരീഡ്, ആ ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സസ്. അതിന്റെ ആക്സസ് ഏതാണോ ആ ആക്സസിന്റെ പകുതി, ദാറ്റ് ഈസ് സെമി മേജർ ആക്സസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ്. ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് മസ്റ്റ് ആയിട്ടും ചെയ്ത് പഠിക്കുക. ഇത്രയാണ് നമ്മുടെ ഗ്രാവിറ്റേഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അടുത്തത് നമ്മൾ 9ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ് നമ്മുടെ 9th ചാപ്റ്റർ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് വളരെ വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്റർ ആണിത്. മാക്സിമം 3 മാർക്കിന് മാത്രം നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമ്മുടെ പ്ലാസ്റ്റിക് ഓബ്ജക്ട്സ്, ഇലാസ്റ്റിക് ഓബ്ജക്ട്സ്, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി ഇതൊക്കെ നമുക്കറിയാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളൊരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റിന് ഒരു സ്ട്രെസ് കൊടുക്കുന്നു. സ്ട്രെസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു. ദാറ്റ് ഫോഴ്സ് ആക്ടിങ് ഇൻ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് സ്ട്രെസ്. സ്ട്രെസ് ഈസ് ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഇൻ യൂണിറ്റ് ഏരിയ. ഇങ്ങനെ സ്ട്രെസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ബോഡിക്കൊരു സ്ട്രെയിൻ ഉണ്ടാകുന്നു. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷനിൽ എന്ത് ചേഞ്ച് ആണോ ഉണ്ടാകുന്നത്, അതിന്റെ ഡയമെൻഷൻ അതായത് ലെങ്തിലോ, നമ്മളൊരു സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിന്റെ ലെങ്തിലോ വോളിയത്തിലോ ഏരിയയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാം. അപ്പൊ ആ ചേഞ്ച്, അതിന്റെ ഡയമെൻഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനെ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ഇതാണ് സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ഇതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ലെങ്ത് ആണെങ്കിൽ ലെങ്ത്, ഏരിയ ആണെങ്കിൽ ഏരിയ, അങ്ങനെ ഉണ്ടോ. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, ഡയമെൻഷനും ഇല്ല. നോ യൂണിറ്റ് നോ ഡയമെൻഷൻ. യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് ഇത് നമ്മുടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇനി ഈ സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഹൂക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോ ആണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ പറയുന്നത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് വെച്ച് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അല്ല എങ്കിൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് സ്ട്രെസ്, അപ്പൊ ഈ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദിസ് കോൺസ്റ്റന്റ് ഇസ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതായത് നമ്മൾ ഇതിനകത്ത് ഒരു സ്ട്രെസ് സ്ട്രെയിനുമായിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റിലെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈസ് ഓൾവേസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും ഇതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇനി ഈ സ്ട്രെസ്സും സ്ട്രെയിനും മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഡയമെൻഷൻസ് മാറുന്നതനുസരിച്ച് സ്ട്രെസ്സും സ്ട്രെയിനും മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ലെങ്തിന് ചേഞ്ച് വരാം,
ദെൻ ചിലപ്പോൾ വോളിയത്തിൽ ചേഞ്ച് വരാം, ചിലപ്പോൾ അതിന്റെ ഷേപ്പിലായിരിക്കും ചേഞ്ച് വരുന്നത്. അങ്ങനെ പ്രധാനമായിട്ടും 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഉണ്ട്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ലെങ്തിൽ ചേഞ്ച് വരാണെങ്കിൽ ദാറ്റ് ഈസ് യങ്സ് മോഡുലസ്. ഇനി വോളിയത്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ, ദാറ്റ് ഈസ് ബൾക്ക് മോഡുലസ്. ഷേപ്പിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ സ്ട്രെസ് ബൈ ടാൻജൻഷ്യൽ സ്ട്രെയിൻ, ദാറ്റ് ഈസ് റിജിഡിറ്റി മോഡുലസ് ഓഫ് ഷിയർ മോഡുലസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ്. ഏതൊരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റ് ആയാലും അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇനി നമ്മൾ ഒരു മെറ്റാലിക് ബോഡിയിൽ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് വയർ നമ്മൾ എടുത്ത് അതിന്റെ സ്ട്രെസ് അതിന് സ്ട്രെയിൻ കൊടുത്ത് അതിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റിലൂടെ നമ്മൾ അതിനെ കൊണ്ടുപോകാണ്. സോ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഇതിനകത്ത് അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ മെറ്റാലിക് വയർ. ഒരു മെറ്റാലിക് വയറിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും അപ്ലൈ ചെയ്യുന്നു. സ്ട്രെസ് കൊടുക്കുന്നു, അതിനനുസരിച്ച് ഉണ്ടാകുന്ന സ്ട്രെയിൻ നമ്മൾ നോട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിൻ നോട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റിൽ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കുറച്ച് നേരം കൂടെ അതിന്റെ പ്രൊപ്പോർഷണൽ ബിഹേവിയർ നിൽക്കും. പിന്നീട് അതൊരു പ്ലാസ്റ്റിക് ബോഡി ആയിട്ട് മാറി അത് ഫ്രാക്ചർ ആയി പോകുന്നു, ഫ്രാക്ചർ പോയിന്റ് ഉണ്ടാകുന്നു. സോ O മുതൽ A വരെ അതിന്റെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്, ദാറ്റ് ഈസ് അവിടെ വെച്ച് അതിന്റെ ലിമിറ്റ് അവസാനിക്കുന്നു. B അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്, C അതിന്റെ ഫ്രാക്ചർ പോയിന്റ് ആണ്, സിയിൽ വെച്ചിട്ട് അത് ബ്രേക്ക് ആയി പോകുന്നു. അതായത് നമ്മൾക്ക് ശ്രദ്ധിക്കുന്നത് നമുക്കറിയാം, ഇലാസ്റ്റിക് റീജിയനിൽ അതിന് സ്ട്രെയിൻ വളരെ കുറവായിരിക്കും, സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ പ്ലാസ്റ്റിക് റീജിയനിൽ അതിന് സ്ട്രെസ് വളരെ കുറവാണ്, എന്നാൽ സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് പ്ലാസ്റ്റിക് ബോഡീസ്. ഇത് തന്നെ നമുക്ക് ഡക്റ്റൈൽ മെറ്റീരിയൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഗോൾഡ്, സിൽവർ പോലുള്ള മെറ്റാലിക്. അപ്പൊ ഈ ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും. അപ്പൊ വലിച്ചു നീട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ലാർജ് പ്ലാസ്റ്റിക് റീജിയൻ ഉണ്ടായിരിക്കണം. ലാർജ് പ്ലാസ്റ്റിക് റീജിയൻ ഉള്ള മെറ്റീരിയൽസ് ആണ് എപ്പോഴും ഡക്റ്റൈൽ മെറ്റീരിയൽസ്. ലാർജ് പ്ലാസ്റ്റിക് റീജിയൻ ആയിരിക്കണം ഡക്റ്റൈൽ മെറ്റീരിയൽസിനുള്ളതാണ്. ഇനി ചില മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ മീൻസ് can be break easily, വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ആയി പോകുന്നു. ഗ്ലാസ്, സെറാമിക്സ് പോലുള്ള മെറ്റീരിയൽസ് എല്ലാം ബ്രിട്ടിൽ ആണ്. അപ്പൊ ബ്രിട്ടിലിന് വളരെ ചെറിയ പ്ലാസ്റ്റിക് റീജിയൻ ആയിരിക്കും ഉണ്ടാവുന്നത്. സ്മോൾ പ്ലാസ്റ്റിക് റീജിയൻ ആണ് ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ഉണ്ടാകുന്നത്. വളരെ ചെറിയ പ്ലാസ്റ്റിക് റീജിയൻ ആയിരിക്കും ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ഉണ്ടാവുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത അടുത്ത സംഗതി അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്രെയിനുകളിൽ ഉപയോഗിക്കുന്ന മെറ്റാലിക് റോപ്പിന്റെ കാര്യമാണ്. അപ്പോൾ ഒരു സിംഗിൾ മെറ്റാലിക് റോപ്പിന് പകരം ചെറിയ ചെറിയ തിൻ റോപ്പുകൾ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയൊരു തിക്കായിട്ടുള്ള റോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അതിൽ ഓരോന്നിനും ഓരോ യങ്സ് മോഡുലസ് ഉണ്ട്. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ യങ്സ് മോഡുലസ് കൂടും, അത് സ്ട്രോങ് മെറ്റീരിയൽ ആയിട്ട് മാറും. രണ്ടാമതെന്ന് പറയുന്നത് ബ്രിഡ്ജസ് ഹാവ് ഐ ഷേപ്ഡ് ഗിർഡേഴ്സ്. ഗിർഡേഴ്സ്, നമ്മുടെ ബ്രിഡ്ജസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബീമുകൾ വിളിക്കുന്ന പേരാണ് ഗിർഡേഴ്സ്. ആ ബ്രിഡ്ജസിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ആ ഗിർഡേഴ്സിന്റെ ഷേപ്പ് ഐ ആണ്. നമ്മുടെ ആൽഫബറ്റിൽ ഐ ഷേപ്പിലാണ്. കാരണം ഈ ഐ ഷേപ്ഡ് മെറ്റീരിയൽസ് നമ്മുടെ ബ്രിഡ്ജിന്റെ മണ്ടയിൽ കൂടെ വാഹനങ്ങൾ പോകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുന്നു. അപ്പോൾ അതിന് ബെൻഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ബെൻഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഷേപ്ഡ് ഗിർഡേഴ്സ് യൂസ് ചെയ്താൽ അത് കൂടുതൽ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ തിക്നെസ്, ആ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ഡെൽറ്റ WL3/4YBD³ ആയിരിക്കും. ഇക്വേഷൻ ചോദിച്ചിട്ടുള്ള ഇക്വേഷൻ WL3/4YBD³. W വെയിറ്റ്, L ലെങ്ത്, Y x B ബ്രെഡ്ത്ത് ആൻഡ് D is the thickness. അപ്പോൾ ഇതാണ് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ തിക്നെസ് കൂട്ടിയാൽ ബെൻഡിങ് കുറയും. ഓക്കെ, അതാണ് ഐ ഷേപ്ഡ് ഗിർഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മൗണ്ടെയിൻസ്, നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള മൗണ്ടെയിൻസിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 10,000 മീറ്റർ ആണ്. കാരണം 10 കിലോമീറ്റർ കൂടുതൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഹൈറ്റ് കൂടുകയാണെങ്കിൽ നമ്മുടെ റോക്കിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ബ്രേക്ക് ആവും. ഇലാസ്റ്റിക് ലിമിറ്റ് ബ്രേക്ക് ആയാൽ അത് പ്ലാസ്റ്റിക് റീജിയനിലോട്ട് പോകും. റോക്ക് ബ്രേക്ക് ആവും, റോക്കിന് ഫ്രാക്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മൗണ്ടെയിൻസ് കൊളാപ്സ് ആവും. അപ്പോൾ അങ്ങനെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ അല്ലെങ്കിൽ 10,000 മീറ്റർ മാത്രമാണ്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അതിന്റെ സ്ട്രെസ് കൂടും. അങ്ങനെയാണ് കൂടുതൽ ഇലാസ്റ്റിക് ലിമിറ്റിലേക്ക് പോയി അത് ബ്രേക്ക് ആയി. ഇലാസ്റ്റിക് ലിമിറ്റ് ഓവർകം ചെയ്ത് അത് ബ്രേക്ക് ആവുന്നു. അത്രയാണ് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇനി
ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വർഷം പഠിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഒത്തിരി ഡെറിവേഷൻ കൂടി ഉള്ള ഒരു ചാപ്റ്ററാണ്. 10th ചാപ്റ്ററാണ്, നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒത്തിരി ഡെറിവേഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. അതിൽ ആദ്യത്തെ തന്നെയാണ് പാസ്കൽസ് ലോ. നമ്മളൊരു ഫ്ലൂയിഡ്സിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു പ്രഷർ ആക്ട് ചെയ്യുന്നു. അങ്ങനെ പ്രഷർ ആക്ട് ചെയ്താൽ അത് എല്ലാ ഭാഗത്തും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയുമായിട്ട് റിലേറ്റഡ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മുടെ വർക്ക്ഷോപ്പിലും സർവീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ വെഹിക്കിൾസിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് അറിയാം. നമ്മൾ ഒരു ഭാഗത്ത് പ്രഷർ കൊടുക്കുന്നു, മറ്റൊരു ഭാഗത്ത് വലിയൊരു ലാർജ് ഫോഴ്സ് കൊണ്ട് നമുക്ക് വെഹിക്കിൾസിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ബ്രേക്ക്, ഡെന്റിസ്റ്റിന്റെ ചെയർ, ഇതെല്ലാം പാസ്കൽസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് നമ്മുടെ പ്രഷറാണ്. നമ്മുടെ ലിക്വിഡിന്റെ പ്രഷർ ഒരു H എന്ന് പറയുന്ന ലിക്വിഡ് കോളത്തിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ H ആയിരിക്കും. നമ്മളൊരു പെർട്ടിക്കുലർ ഡെപ്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ ഇത് അതിന്റെ സർഫസിൽ ആക്ട് ചെയ്യുന്നതാണ്. ഡെപ്തിലോട്ട് പോവുകയാണെങ്കിൽ PA+ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് H ആയിരിക്കും അവിടുത്തെ പ്രഷറിന്റെ ഇക്വേഷൻ. അതായത് നമ്മൾ ഡെപ്തിലോട്ട് പോകണമെങ്കിൽ PA+ H വരും. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ഫോഴ്സുകളാണ്, ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. അതിലായതാണ് ബോയൻസി അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരുന്നാൽ മുകളിലോട്ട് ഒരു തള്ളൽ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ബോയൻസി അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ്. ഈ ബോയന്റ് ഫോഴ്സ് എപ്പോഴും വെളിയിലോട്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്ത് നമ്മളൊരു ലിക്വിഡിൽ ഇട്ടാൽ ആ കുറെ ലിക്വിഡ് വെളിയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അതിനെ വിളിക്കുന്ന പേരാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇതിനിടയ്ക്ക് ചെറുതായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ബോയൻസിയും അതുപോലെ തന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അതിനോടൊപ്പം ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് വിസ്കോസിറ്റി. അപ്പോൾ ഏതൊരു ലിക്വിഡും ഒരു സർഫസിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഫോഴ്സ്, ഒരു ഇന്റേണൽ ഫോഴ്സ്, അതിനകത്തുള്ള മോളിക്യൂൾസ് തമ്മിൽ ഒരു ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് വിസ്കസ് ഫോഴ്സ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് ഈസ് ഫിസിക്കലി eta A × dV/dx. അവിടെ ഈറ്റ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇനി അതൊരു ഡ്രോപ്പ് ആണെങ്കിൽ, ഒരു ലിക്വിഡ് ഡ്രോപ്പ്, ഒരു സ്ഫെറിക്കൽ ബോഡിയാണ് ഒരു മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് സ്റ്റോക്സ് ലോ വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാം. ആ ഇക്വേഷൻ F=6π∗RV ആയിരിക്കും. സ്റ്റോക്സ് ലോ വെച്ചിട്ടുള്ള വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ F=6π∗RV. ഈ രണ്ട് സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ടെർമിനൽ വെലോസിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റണം. 3 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ പഠിക്കണം. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു മീഡിയത്തിലൂടെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സമയം കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടി പോയി ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ അപ്പോൾ ആ പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് വെലോസിറ്റി, മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഇക്വേഷൻ 2/9r²g ρ-σ/η ഈ ഇക്വേഷൻ ആണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റി. 3 മാർക്കിന് ഇതിന്റെ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി പഠിച്ചിരിക്കണം. 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ലിക്വിഡ് ഫ്ലോസ് ആണ്. ലിക്വിഡിന്റെ ഫ്ലോസിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും. സ്ട്രീം ലൈൻ ഫ്ലോ നമുക്കറിയാം സ്ലോ ആൻഡ് സ്റ്റഡി ഫ്ലോ ആണ്. വളരെ സ്ലോയും സ്റ്റഡിയുമായിട്ട് ഫ്ലോ ചെയ്യുന്നു. ടർബുലന്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ the flow becomes zigzag, so that is known as turbulent flow. ഇത് സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന പെർട്ടിക്കുലർ കോഎഫിഷ്യന്റ് ആണ് റെനോൾഡ്സ് നമ്പർ വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. റെനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ ρVD/η, or is a density, is a velocity, d is a diameter of the pipe and η is a coefficient of viscosity. റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ 1000 കുറവാണെങ്കിൽ that must be streamline. Then 2000 കൂടുതലാണെങ്കിൽ that flow must be turbulent. And 1000നും 2000നും ഇടയിലാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല, that is unsteady ആയിരിക്കും. Okay, then liquid ഫ്ലോയുമായിട്ട് റിലേറ്റ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി. ഒരു
പെർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ, ഡിഫറെന്റ് ക്രോസ് സെക്ഷനുള്ള രണ്ട് പൈപ്പുകളിലൂടെ ഇതിന്റെ ഏരിയ A1 ഉം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി V1 ഉം ഇതിന്റെ ഏരിയ A2 ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി V2 ആണെങ്കിൽ the product of area and velocity of flow of liquid is always a constant, or that is A1 V1 is equal to A2 V2, that is equation of continuity. ഇതിന്റെ പ്രൂഫ് പഠിക്കണം. 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രൂഫ് പഠിക്കണം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഇവിടെ ഒരു പ്രോബ്ലവും പ്രതീക്ഷിക്കാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈ വർഷം പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, that is Bernoulli's principle or conservation of energy. Bernoulli's principle discussing about the conservation of energy. ഇടയ്ക്ക് പരീക്ഷയിൽ ചോദിച്ചിരുന്നു Bernoulli's principle discussing about the conservation of energy. ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് ക്യാരിയറിലൂടെ ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്ത് പോകുമ്പോൾ ഇത് h1 എന്ന് പറയുന്ന ഹൈറ്റിലും ഇത് h2 എന്ന് പറയുന്ന ഹൈറ്റിൽ വരുന്നാൽ ഇത് A1 ഇത് A2 എന്ന് പറയുന്ന ഏരിയ ക്രോസ് സെക്ഷൻ, ഇതിൽ V1 എന്ന് പറയുന്ന വെലോസിറ്റിയിലും ഇത് V2 എന്ന് പറയുന്ന വെലോസിറ്റിയിലും ഫ്ലോ ചെയ്താൽ ഇവിടെ കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും അതുപോലെ തന്നെ പ്രഷർ എനർജിക്കും വേരിയേഷൻ ഉണ്ടാവും. ആ കൈനറ്റിക് എനർജിയുടെയും പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൂടെ സം എന്ന് പറയുന്നത് അടുത്ത പൈപ്പിന്റെയും പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതായത് എനർജി കൺസർവേഷൻ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്പീഡ് ഓഫ് ഫ്ലക്സ്, വെളിയിലോട്ട് വരുന്ന അതിന്റെ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. വെഞ്ചുറി മീറ്റർ, ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് വെഞ്ചുറി മീറ്റർ. ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് മെഷർ ചെയ്യുന്ന സാധനമാണ് വെഞ്ചുറി മീറ്റർ. അതുപോലെ തന്നെ അറ്റോമൈസർ അല്ലെങ്കിൽ സ്പ്രേയർ, നമ്മുടെ ബ്ലഡ് ഫ്ലോയും ഹാർട്ട് അറ്റാക്കും നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ബ്ലോയിങ് ഓഫ് ദ റൂഫ് ഓഫ് ദ ഹൗസിന്റെ റൂഫ് പറന്നു പോകും നമ്മുടെ ഭയങ്കരമായിട്ട് കാറ്റുണ്ടാവുമ്പോൾ. ഇതൊക്കെ ബെർണോളിസ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്, അത് മറന്നു പോകരുത്. പിന്നെ സ്പിന്നിങ് ഓഫ് ബോൾ, ഡൈനാമിക് ലിഫ്റ്റ്, എയറോപ്ലെയിൻ, എയർക്രാഫ്റ്റ് വിങ്ങിന്റെ ഒക്കെ ഷേപ്പ്, ഇതൊക്കെ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആണ് കുഞ്ഞുങ്ങളെ. അതെല്ലാം വൃത്തിയാവണ്ണം പഠിച്ചുകൊള്ളുക. അതിനുശേഷമുള്ളത് സർഫസ് ടെൻഷൻ ആണ്. ലിക്വിഡിന്റെ സർഫസ് ഒരു ഇലാസ്റ്റിക് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ വർക്ക് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ഫോഴ്സ് പെർ ലെങ്ത് ആയിരിക്കും. സർഫസ് ടെൻഷൻ എപ്പോഴും അതിന്റെ സർഫസ് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഈ സർഫസ് ടെൻഷൻ മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എക്സ്പ്രഷൻ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ്. ഒരു ലിക്വിഡ് ഡ്രോപ്പിനകത്ത് എക്സസ് പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷറിന്റെ ഇക്വേഷൻ 2s/r ആയിരിക്കും. അതിന്റെ ഡെറിവേഷൻ ഡിറൈവ് ചെയ്ത് പഠിക്കണം ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ. എന്നാൽ ഇതൊരു സോപ്പ് ബബിൾ ആണെങ്കിൽ അതിന്റെ എക്സസ് പ്രഷർ അതിന്റെ ഡബിൾ ആയിരിക്കും. P is equal to 4s/r ആയിരിക്കും. The excess pressure inside a soap bubble. ഒരു soap bubble ആണെങ്കിൽ that is expression will be 4s/r ആയിരിക്കും. അതിന്റെ excess pressure inside a soap bubble. പിന്നീടുള്ളത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. എല്ലാ ലിക്വിഡിലും ഒരുപോലെ ആയിരിക്കത്തില്ല. നമ്മൾ ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സർഫസ് ഇരിക്കുന്നത്, വാട്ടർ എടുക്കുകയാണെങ്കിൽ എപ്പോഴും അത് കോൺകേവ് സർഫസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. കോൺകേവ് സർഫസ് ആണെങ്കിൽ ഈ വരയ്ക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇത് വാട്ടറിന്റെ കേസിലാണ്. മെർക്കുറിയുടെ കേസിലാണെങ്കിൽ അതൊരു obtuse angle ആയിരിക്കും ഫോം ചെയ്യുന്നത്. that theta will be greater than 90 degree. then ഇത് നമ്മുടെ മെർക്കുറിയുടെ കേസിലുള്ളതാണ്. എന്നാൽ പ്യുവർ വാട്ടറിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് മസ്റ്റ് ബി 0 ഡിഗ്രി. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. then ഈ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അടുത്ത സാധനമാണ് നമ്മുടെ കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി റൈസ്. ഒരു ബേക്കറിൽ നമ്മൾ വാട്ടർ എടുക്കുന്നു, അതിനകത്ത് നമ്മളൊരു കാപ്പിലറി ട്യൂബ് ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ h ഹൈറ്റിലേക്ക് അത് കാപ്പിലറി ട്യൂബ് പോകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ 2s cos theta by r rho g is a capillary rise equation 2s cos theta by r rho g ആയിരിക്കും. ഇതിന്റെയും ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കും. അപ്പൊ ഇത്രയും ഡെറിവേഷൻസ് ആണ് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലും ഉള്ളത്.